ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമ്മൾ ഏറെ ശ്രമിച്ചിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് മരുന്നെത്തിക്കുന്ന നടപടികളടക്കം ചെയ്തിരുന്നു. പക്ഷേ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞില്ല. അല്പസമയം മുമ്പ് മരണം സംഭവിക്കുകയായിരുന്നു. ഇനി സംസ്കാര ചടങ്ങുകളടക്കമുള്ള കാര്യങ്ങളാണ്. നിപ പ്രോട്ടോക്കോൾ ഉണ്ട് ആഗോളപരമായി. ആ രീതിയിൽ കുടുംബത്തോട് ആലോചിച്ച ശേഷം അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് തുടർ ആലോചനകൾ? മനു, പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി സ്വദേശിയായ 14-കാരൻ അഷ്മിൽ ഡാനിഷാണ് മരിച്ചത്. കഴിഞ്ഞ 10-ാം തീയതിയാണ് ഇവന് പനിയുടെ ലക്ഷണങ്ങൾ കാണുന്നത്. തുടർന്ന് തൊട്ടടുത്തുള്ള പന്തല്ലൂരിലെ ഒരു ക്ലിനിക്കിൽ പോകുന്നുണ്ട്. അതിനുശേഷം PKM ആശുപത്രിയിലും തുടർന്ന് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലും എത്തി. അവിടെ നിന്നാണ് മസ്തിഷ്ക ജ്വരമുണ്ടാവുന്നത്. തുടർന്ന് 19-ാം തീയതി കുട്ടിയെ കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ വൈകുന്നേരത്തോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. ഇന്ന് 10:20 കുട്ടിക്ക് ഹൃദയസ്തംഭനമുണ്ടായി എന്നാണ് മന്ത്രി പറഞ്ഞത്. അത് തുടർന്ന് 11 മണിയോടെ മരണം സംഭവിക്കുകയും ചെയ്തു. ഈ മരുന്ന് എത്തിച്ചു നൽകാമെന്ന ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയോടെ മെഡിക്കൽ കോളേജിലേക്ക് മരുന്ന് എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ കുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുന്നു. കുട്ടിയുടെ വളരെ അടുത്ത ബന്ധുക്കൾ, ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഐസൊലേഷനിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുമായി ആലോചിച്ച ശേഷമായിരിക്കും സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുക. പൂർണ്ണമായും നിപ്പ പ്രോട്ടോക്കോൾ അനുസരിച്ചായിരിക്കും നടപടികൾ ഉണ്ടാവുക എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. വലിയ നിയന്ത്രണങ്ങളിലേക്ക് പാണ്ടിക്കാട് കടന്നിട്ടുണ്ട്. പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിലാണ് നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 246 പേർ സമ്പർക്ക പട്ടികയിലുണ്ട്. ഇതിൽ 63 പേരും ഹൈ റിസ്ക് വിഭാഗത്തിലാണ്. 3 പേർക്ക് നിലവിൽ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ, പനി ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരാൾക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുടെ 3 പേരുടെയും സ്രവം പരിശോധനയ്ക്കായി വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. കേരളത്തിൽ പരിശോധന നടത്തിയതിന് ശേഷമായിരിക്കും പൂനെയിലേക്ക് സ്രവം അയക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂനെയിൽ നിന്ന് മൊബൈൽ പരിശോധനാ ലാബും കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. കണ്ടെയ്ൻമെൻറ്റ് സോണിൽ വലിയ ക്രമീകരണങ്ങളുണ്ട്. 10 മണി മുതൽ 5 മണി വരെയാണ് കടകൾ പ്രവർത്തിക്കാനാവുക. 50-ൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന പരിപാടികൾക്ക് നിയന്ത്രണമുണ്ട്. നിലവിൽ പരമാവധി പരിപാടികൾ മാറ്റിവെക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഹോട്ടലുകളും തിയേറ്ററുകളും ഒന്നും പ്രവർത്തിക്കരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന നേരിട്ട് ഇടപഴകിയവരാണ് ഈ ഹൈ റിസ്ക് വിഭാഗത്തിലുള്ള 63 പേരും. ഇതിൽ ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇവരൊന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഈ പട്ടികയിലുള്ളവർ വലിയ ആശങ്കയുടെ സാഹചര്യമില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. അതിനുള്ള മരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജ്ജീകരിക്കുന്നുണ്ട്. വലിയ ക്രമീകരണങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം ഊർജിതമായി നടക്കുന്നുണ്ട്. രാവിലെ അവലോകന യോഗം കഴിഞ്ഞു. ഇപ്പോൾ പഞ്ചായത്ത് ഭാരവാഹികളും പഞ്ചായത്ത് അംഗങ്ങളുമൊക്കെയായി മന്ത്രി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. ഉച്ച കഴിഞ്ഞ് വീണ്ടും യോഗം ചേർന്നതിന് ശേഷം മാധ്യമങ്ങളോട് ഇക്കാര്യം വിശദീകരിക്കാമെന്ന് മന്ത്രി അറിയിച്ചിട്ടുമുണ്ട്. മനു, ഇവിടെ സ്വാലി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഹൈറിസ്ക് പട്ടികയിൽ, അതായത് സമ്പർക്ക പട്ടികയിൽ ഹൈറിസ്ക് വിഭാഗത്തിലുള്ളത് 63 പേരാണ്. അതിൽ ഏതാനും ആളുകൾക്കൊഴികെ മറ്റാർക്കും ലക്ഷണങ്ങളില്ല എന്നത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. മറ്റൊന്ന്, കുട്ടി സ്കൂളിൽ പോയത് 10-ാം തീയതിയോടെ എന്തോ ആയിരുന്നു. അതിനുശേഷം അവിടെ നിന്നും മറ്റു ലക്ഷണങ്ങളുള്ള ആളുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നതും ആശ്വാസം പകരുന്നൊരു കാര്യമാണ് നമ്മുടെ മുൻപിലുള്ളത്. മനു, തീർച്ചയായും. പക്ഷേ കഴിഞ്ഞ ജൂൺ അവസാന വാരം തൊട്ട് കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ മുഴുവൻ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും സമയത്ത് ഈ ഘട്ടത്തിൽ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പനികളോ മറ്റോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി 2 പഞ്ചായത്തുകളിലെ മുഴുവൻ വീടുകളിലും സർവേ നടത്തുന്നുണ്ട് ആരോഗ്യവകുപ്പ്. അതോടൊപ്പം പഞ്ചായത്ത് അധികൃതരുടെ കൂടെ സഹായത്തോടെയാണ് ഇത്തരത്തിലൊരു സർവേ പൂർത്തിയാക്കുന്നത്. ഇത് 2 ദിവസത്തിനകം പൂർത്തിയാക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ രോഗത്തിൻ്റെ സാധ്യതയോ അല്ലെങ്കിൽ സമ്പർക്കത്തിനുള്ള സാധ്യതയോ ഉള്ളവരെ എല്ലാം ക്വാറന്റൈൻ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ആരോഗ്യവകുപ്പ് നിലവിൽ നടത്തി വരുന്നത്. മനു, തീർച്ചയായും ഇവിടെ പാണ്ടിക്കാട്ട് പ്രദേശത്ത് കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം
സമ്പർക്ക പട്ടികയിലുള്ളവരുണ്ട്. നമുക്കറിയാം ആ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ, നേരത്തെ ആരോഗ്യമന്ത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏറ്റവും നല്ല രീതിയിലാണ് ആ പ്രദേശത്തെ മനുഷ്യർ നമ്മളോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്നത്, ആരോഗ്യ വകുപ്പിനോട് നിർദ്ദേശങ്ങളോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിയന്ത്രണങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്വാരി പാണ്ടിക്കാട്? നിലവിൽ പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഈ കുട്ടിയുടെ വീടിൻ്റെ 3 കിലോമീറ്റർ ചുറ്റളവ് എന്ന ഒരു പരിധി നിശ്ചയിച്ചാണ് കണ്ടെയ്ൻമെൻറ്റ് സോണായി നിലനിർത്തുന്നത്. ഈ പ്രദേശത്ത് നിലവിൽ 50-ൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കാൻ പാടില്ല, കല്യാണങ്ങളായാലും മറ്റും പങ്കെടുക്കാൻ പാടില്ല. ഇത് നേരത്തെ നിശ്ചയിച്ചതാണെങ്കിൽ എന്നാണ് മന്ത്രി പറഞ്ഞത്, ജില്ലാ കളക്ടർ പറഞ്ഞത്. മറ്റു പരിപാടികളൊന്നും നടത്തരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരമാവധി പുറത്തിറങ്ങാതിരിക്കണമെന്ന ഒരു നിർദ്ദേശം ആളുകൾക്ക് മുഴുവൻ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹോട്ടലുകൾ അടച്ചിടുന്നുണ്ട്, തിയേറ്ററുകൾ അടച്ചിടും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് മദ്രസ ഉൾപ്പെടെയുള്ളത് അവധി നൽകിയിട്ടുണ്ട്. നാളെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കെല്ലാം നാളെയും അവധി കലക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ ദിവസത്തേക്ക് തുടരേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ച് ഇന്ന് വൈകിട്ടത്തെ അവലോകന യോഗത്തിൽ തീരുമാനമുണ്ടാവും. കടുത്ത നിയന്ത്രണങ്ങൾ തന്നെയാണ്, വലിയ ജാഗ്രത തന്നെയാണ് പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മനു.